നമസ്കാരം. പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനത്തിൽ നിലവിൽ പ്രീമിയം എന്ന് അവകാശപ്പെടാവുന്ന ഒരേ ഒരു വാഹനം i20 ആണ്. എന്നാൽ നമുക്കറിയാം ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ബലീനോ ആണ്. ഇപ്പോൾ ബലീനോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു മിഡ് ലൈഫ് സൈക്കിൾ അപ്ഡേഷൻ എന്ന് നമുക്ക് പറയാം. ഒരു സ്ലൈറ്റ് ആയിട്ടുള്ളൊരു ഫേസ് ലിഫ്റ്റ് എന്നുള്ള രീതിക്ക് മാത്രം ഇതിനെ കണ്ടാൽ മതി. പക്ഷേ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം ഇവിടെ ഫോക്കസ് ചെയ്യാനുണ്ട്. അതായത് മാരുതി സുസുക്കി ബലീനോയിൽ പുതിയൊരു ഹൈബ്രിഡ് 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 3 സിലിണ്ടർ എൻജിൻ, അതായത് സെറ്റൽ ഇ എന്ന് പറയുന്ന ആ ഒരു എൻജിൻ്റെ കൂട്ടത്തിൽ ഒരു സീരീസ് ഹൈബ്രിഡ് ടെക്നോളജി കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്തായാലും ബലീനോ എന്ന് പറയുന്ന പ്രീമിയം ഹാച്ച്ബാക്ക്, അങ്ങനെ വിളിക്കാം എന്ന് നമുക്ക് തോന്നുന്നു, അത്തരത്തിലുള്ളൊരു വാഹനം അതിൻ്റെ ഒരു മിഡ് ലൈഫ് സൈക്കിൾ അപ്ഡേഷൻ വരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ബലീനോ എന്ന് പറയുന്ന വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ എടുക്കണമോ അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യണമോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി ഈ ഒരു വീഡിയോയിലൂടെ ലഭിക്കും എന്നൊരു വിശ്വാസത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം ആവറേജ് ഒരു 14,000-15,000 യൂണിറ്റൊക്കെ ബലീനോ വിൽക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഒരു റീബാഡ്ജ്ഡ് വേർഷനായിട്ടുള്ള ഗ്ലാൻസ് ഏകദേശം ഒരു 5,000 to ഒരു 6,000 ആ ഒരു റേഞ്ചിലാണ് ഓരോ മാസവും അത് വിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബലീനോയ്ക്കൊരു ഫേസ് ലിഫ്റ്റ് ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്ലാൻസൊക്കെ ലഭിക്കും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഫേസ് ലിഫ്റ്റിലൂടെ എന്തൊക്കെ ചേഞ്ച് വരും എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യവും. കാരണം ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ക്യാമോഫ്ലാജ് ചെയ്തിട്ട് ഈ ഒരു വാഹനം തലങ്ങും വിലങ്ങും ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കോസ്മെറ്റിക് ചേഞ്ചുകൾ എന്ന് അങ്ങനെ തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല. എന്നാൽ പ്രഥമ ദൃഷ്ടിയാൽ നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴുള്ള ബലീനോയും ഇനി വരാൻ പോകുന്ന ചെറിയ അപ്ഡേഷനുള്ള ഈ ഒരു ബലീനോയും തമ്മിൽ നോക്കുമ്പോൾ നല്ല രീതിക്കുള്ളൊരു വ്യത്യാസം ഉണ്ടാകും. അത് വ്യത്യാസം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് ഫേഷ്യയാണ്. കുറച്ചുകൂടെ സ്ലീക്ക് ആയിട്ടുള്ള ബില്ലുകളും അതുപോലെ തന്നെ ഡിസൈൻ ആയിട്ടുള്ള ഫ്രണ്ട് ബമ്പർ, അത്തരത്തിലുള്ള ചേഞ്ചുകളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വരും. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ ഹെഡ്ലൈറ്റിൻ്റെ ലൈറ്റ് അത്രത്തോളം പോരാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെയധികം എല്ലാവരിലും ഉണ്ടായിരുന്നു. അതൊരു ക്വസ്റ്റ്യൻ എന്നല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെയുണ്ട്. അത് മാറ്റത്തക്ക രീതിയിലുള്ള മികച്ച ഹെഡ്ലൈറ്റുകളായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളൊരു പോയിന്റ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴത്തേക്കും യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ഇപ്പോൾ ഉള്ളൊരു ബോഡി സ്ട്രക്ചർ തന്നെയാണ്, അല്ലെങ്കിൽ ബോഡി ഷെൽ സ്ട്രക്ചർ തന്നെയാണ് നിലനിർത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിൽ കാര്യമായിട്ടുള്ളൊരു അപ്ഡേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലായിട്ട് ഇത്തരം അപ്ഡേഷൻ വരുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് പോലെ തന്നെ ടെയിൽ ലൈറ്റിൽ ഒരു ചെറിയ അപ്ഡേഷൻ ഉണ്ടായിരിക്കും. അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു മിഡ് ലൈഫ് സൈക്കിൾ ചേഞ്ച് എന്നുള്ള രീതിക്ക് ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ടെയിൽ ലൈറ്റിൽ ചെറിയൊരു വ്യത്യാസം കൊണ്ടുവരും എന്നുള്ളതാണ്. അല്ലാതെ കാര്യമായിട്ടുള്ള ഒരു വലിയൊരു ചേഞ്ച് ടെയിൽ ലൈറ്റിലേക്ക് വരില്ല. അത് മാത്രമല്ല ബമ്പറിലാണെന്നുണ്ടെങ്കിലും ബാക്കിലെ ബമ്പറിലാണെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമായിരിക്കും ഉണ്ടാവുക. ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ഉറ്റുനോക്കുന്നത് ഇൻറ്റീരിയറിലെ ഒരു ചേഞ്ചാണ്. ഇൻറ്റീരിയറിലെ പാറ്റേൺ കാര്യമായിട്ട് ഡിഫറൻസ് ഒന്നും വരാൻ പോകുന്നില്ല. പ്രധാനമായിട്ടും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലെ കണക്ടിവിറ്റി ഫീച്ചേഴ്സിൽ കാര്യമായിട്ടൊരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. സൺറൂഫോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാൻ തൽക്കാലം മാരുതി ഉദ്ദേശിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട അപ്ഡേഷൻ മെക്കാനിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ അലോയ് വീൽസിൻ്റെ കാര്യം എടുത്തു പറയാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാം, അലോയ് വീൽസിൻ്റെ സൈസിലോ അതല്ലെന്നുണ്ടെങ്കിൽ അലോയ് വീൽസിൻ്റെ പാറ്റേണിലോ നിലവിൽ ക്യാമോഫ്ലാജ് ചെയ്ത വാഹനത്തിൽ യാതൊരുവിധ അപ്ഡേഷനും കാണുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ മാരുതി സുസുക്കി ഇപ്പോൾ നിലവിലുള്ള K12N എന്ന് പറയുന്ന എൻജിൻ നിലനിർത്തും, CNGയും നിലനിർത്തും. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ K12N എന്ന് പറയുന്ന എഞ്ചിൻ ഒരു ഫ്യൂൽ എഫിഷ്യൻസി ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനാണ്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6000 RPMൽ 89 bhp പവറും 4400 RPMൽ 113 Nm ടോർക്കും ഈ ഒരു എഞ്ചിൻ ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഇത്രയും പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല മൈലേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 കിലോമീറ്റർ ARAI സർട്ടിഫൈ ചെയ്തിട്ടുള്ള മൈലേജ്. പക്ഷേ അത്രയും മൈലേജ് ഒന്നും നമുക്ക് പ്രാക്ടിക്കലി കിട്ടണമെന്നില്ല. പക്ഷേ ഹൈവേയിലൊക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആവറേജ് നമുക്കൊരു 17-18 കിലോമീറ്റർ ഒക്കെ കിട്ടും. സിറ്റിയിൽ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും 16 മുകളിൽ തന്നെ മൈലേജ് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ വലിയൊരു സവിശേഷത. 165 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്.
ഇപ്പോൾ എടുത്തു കൊണ്ട ഒരു കാര്യം, സെറ്റോൽ ഇ എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഹൈബ്രിഡ് സിസ്റ്റം കൂടെ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. പക്ഷേ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജിലെ ചേഞ്ചസിലേക്ക് കമ്പനി പോയി കഴിഞ്ഞാൽ, ഒരുപാട് പണം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വാഹനം കൊടുക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു പ്രൈസ് വെക്കേണ്ടി വരും. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബലീനോയും അതുപോലെ തന്നെ ബ്രസയും, ഈ 2 വാഹനങ്ങളും ഒരു ചെറിയ അപ്ഡേഷന് തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വലിയ ഡിസൈൻ ലാംഗ്വേജിലെ ചേഞ്ചുകൾ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ആവശ്യമില്ലാത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്ന ഫീച്ചറുകൾ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്ന് പ്രൈസ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ മാരുതി ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഈ ഒരു വാഹനത്തെ വിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു ബോധ്യവും അവർക്കുണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.